നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് പലരും ചെയ്യിപ്പിക്കാൻ നോക്കും, അല്ലേ? ചില നിർബന്ധങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ്, അനുഗ്രഹമാണ്. യേശു കർത്താവിൻ്റെ ക്രൂശ് കുറേനേക്കാരനായ ശിമോനെ കൊണ്ട് പട്ടാളക്കാരൻ നിർബന്ധിച്ചാണ് എടുപ്പിച്ചത്. അങ്ങനെ നിർബന്ധിച്ച് എടുപ്പിച്ചത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ തലമുറ, അല്ലേ, അലക്സാണ്ടറും രൂപസ് അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കും. അത് മറ്റ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവർക്കോരോ ജോലിയൊക്കെ ലഭിച്ചു, അവരോരോ സ്ഥാനങ്ങളിലായി, ശുശ്രൂഷകളും ചെയ്തിരുന്നു, ഓരോരോ സ്ഥാനമാനങ്ങളിലുള്ള ജോലികളും ചെയ്തിരുന്നു. അല്പനേരത്തെ കർത്താവിൻ്റെ ക്രൂശ് ഒന്ന് ചുമന്നതിനാകട്ടെ, ഒരിക്കൽ വിട്ടടിയോ എല്ലാമേ വെച്ച് കാണത്തുള്ളൂ. അതേ കർത്താവ് ഞാൻ ചുമന്നോളാം, ഇത് ഞാൻ ചുമക്കേണ്ട ക്രൂശാണ്, നീ അല്ല ചുമക്കേണ്ടത്. അപ്പം നമുക്ക് വേണ്ടി വേദന സഹിച്ചവൻ, ഭംഗപ്പാടുകളൊക്കെ സഹിച്ചവനായ കർത്താവ്, അല്ലേ? നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാം കർത്താവ് ഏറ്റെടുത്തവനാണ് കേട്ടോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ഒരുക്കപ്പെട്ടും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കണം. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തിച്ചു തരാൻ മതിയായവൻ. അപ്പോൾ ദൈവനാമത്തിന് വേണ്ടി ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചതിനാലും കർത്താവിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനീതിയില്ല, ദൈവം നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ട് തലമുറയായ ദൈവം നമ്മുടെ സങ്കേതവും ബലമെന്ന് പറയുമ്പോൾ തലമുറയ്ക്ക് ദൈവം സകലതും നീതിയായി കണക്കിടും. ദൈവനാമത്തിന് നീ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രവർത്തിച്ചു, ആമേൻ. കയ്യിലുള്ളപ്പോൾ പോയി വരിക എന്ന് പറഞ്ഞില്ലല്ലോ, കയ്യിലുള്ളപ്പോൾ കൊടുത്ത് സഹായിക്കണം. അതാണ് വേണ്ടത്. നിൻ്റെ കയ്യിൽ സമ്പത്തും നന്മയൊക്കെ ദൈവം തന്നിരിക്കുകയാണ്. ദൈവം തന്നതിനെ ദാനമാണെങ്കിൽ അത് മറ്റുള്ളവർ കൂടെ സഹായങ്ങളെ ചെയ്ത് അവരെ കൂടെ ബലപ്പെടുത്തി ഒരുക്കി ദൈവകൃപയെ കാത്ത് സൂക്ഷിക്കുന്നെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും ക്രൂശ് ചുമന്ന ഒരു അനുഭവം ദൈവം നൽകി കണക്കിടും. അത് നീതിയായിട്ട് ആർക്ക് കണക്കിടും? തലമുറയ്ക്ക് കണക്കിടും. അങ്ങനെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരു കാരണവശാലും ആരുടെയും മുമ്പിൽ ലജ്ജിപ്പാനോ കൈ നീട്ടാനോ ഒന്നും ഇടവരുത്താതെ വേണം. ദൈവം തലമുറയെ മാനിക്കും. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും കുടുംബമായും സഭയായും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.